ഹായ് ഹലോ, എല്ലാവർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ചേച്ചിക്ക് സുഖമാണ്. ചേച്ചി കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ കല്യാണത്തിന് പോയി, പിന്നെ ഇപ്പം റിസപ്ഷൻ. എൻ്റെ അപ്പച്ചിയുടെ മോന് കല്യാണം. ഇപ്പം അതിനൊക്കെ പോയിട്ട് രാവിലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. വീഡിയോ രാവിലെ വീട്ടിൽ വെച്ച ഉള്ള കുറേ കോപ്രായങ്ങൾ, എൻ്റെ കോപ്രായങ്ങൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ മറ്റൊന്ന് എപ്പോഴെങ്കിലും സൗകര്യം പോലെ ഇടാം. അപ്പോൾ ഇന്ന് ഞാൻ കരുതി, ഇന്ന് ഞാൻ വൈകുന്നേരം പോയിരുന്നല്ലോ, വൈകുന്നേരം അമ്പലത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ അണച്ച് വെച്ച് എല്ലാം അവിടെ അവിടെ സേഫ്റ്റിയാക്കി ഇരുത്തിയിട്ടാണ് പിന്നെ വന്ന് ഒരുങ്ങി കല്യാണത്തിന് പോയത്. ചേച്ചി അവരാരുമില്ല, അവരെല്ലാം കല്യാണ വീട്ടിൽ. അപ്പോൾ അങ്ങനെ ചേച്ചി പോയിട്ട് വന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലേ. ചിലപ്പോൾ എല്ലാവർക്കും യൂട്യൂബിലൊക്കെ ഇടുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കാണുമെങ്കിൽ അതുകൊണ്ട് ഞാൻ രാവിലെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരം പോയപ്പോൾ ഞാൻ ചോദിച്ച് വീഡിയോ എടുക്കട്ടോ, വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നപ്പോൾ ഇല്ല, കുഴപ്പമില്ല, ധൈര്യമായിട്ട് എടുത്തോളാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ കുഞ്ഞു ഒന്ന് രണ്ട് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മളെ ഈ കുഞ്ഞു വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം കേട്ടോ. നമ്മളെ വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് ചേച്ചിയുടെ വിജയം. എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെ പോയാലും, നമ്മളെ ബന്ധുക്കൊക്കെ കല്യാണം വന്നാലും, എന്ത് വന്നാലും, എന്ത് ആവശ്യങ്ങൾ വന്നാലും ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. അപ്പം നമ്മളെ വീട്ടിലെയും കുടുംബത്തിലെയും ഒക്കെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. നമ്മളെ കുടുംബക്കാരെയൊക്കെയാണ് നമ്മളിതിൽ കൊണ്ടുവരുന്നത്. ഞാൻ ആദ്യമൊക്കെ ചാനൽ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലുമൊക്കെ നമ്മളെ യൂട്യൂബിൽ നമ്മളെ ചാനലിൽ വീഡിയോ ഇടുന്നതിലോ ഫേസ് കാണിക്കുന്നതിലോ അവരെ കാണിക്കുന്നതിലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാണുമെന്ന് വിചാരിച്ച്. പക്ഷേ എല്ലാവർക്കും ആ ബുദ്ധിമുട്ടൊക്കെ ഇപ്പം മാറി. വീഡിയോ എടുത്താലും ആരും ഒന്നും പറയില്ല, എടുത്തോളാനാണ് പറയുന്നത്. അപ്പോൾ ചേച്ചി എടുത്ത് വെച്ച കുഞ്ഞു ഒന്ന് രണ്ട് ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ഇടാം. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ചേച്ചി രാവിലെ ഇത് കൊടുത്തൊരു സാരി തന്നെയായിരുന്നു. ചേച്ചിക്ക് ചില സമയത്ത് അങ്ങനെയാണ്, ചില സമയത്ത് ഞാൻ അങ്ങനെയാണ്. എനിക്ക് എന്താ തോന്നുന്നത് അതുപോലെ അങ്ങ് ചെയ്യും. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. എനിക്ക് എൻ്റേതായ ഒരു തീരുമാനമൊക്കെ ഉണ്ട്, ഞാൻ അതുപോലെ ചെയ്യുള്ളൂ. ചില സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ഒരുങ്ങി നല്ല മേക്കപ്പ് ഇട്ട് പോകണമെന്ന് തോന്നും. ചില സമയത്ത് എനിക്ക് സിമ്പിളായിട്ട് പോകണമെന്ന് തോന്നും. അതാണ് എൻ്റെ രീതി. വീട്ടിൽ ചേച്ചിയും അവരൊക്കെ പറയും കേട്ടോ, ചില സമയത്ത് എൻ്റെ വട്ട് നമ്മളിങ്ങനെയൊക്കെ ആണടോ, നമ്മളിങ്ങനെയാണ്. ഇപ്പം കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. നിന്നെ കാണാം എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഫോണിൽ കൂടെ നോക്കിയപ്പോൾ ഞാൻ ഇച്ചിരി സുന്ദരിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതെനിക്ക് കണ്ണിന് പിടിക്കാത്തതാണോ എന്തോ. ഇതിനൊന്നും ആരും മോശം കമൻ്റ് ഒന്നും ഇടല്ലേ. നമ്മളൊന്നും ചുമ്മാ ഒരു തമാശ പറഞ്ഞതാണപ്പം. ഫോണിൽ നോക്കിയപ്പോൾ അങ്ങനെ തോന്നി, അതുകൊണ്ടാണേ. അപ്പം ടാറ്റ, എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. എന്തായാലും നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് വന്ന് വീഡിയോയ്ക്ക് വോയിസ് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നോളും. വോയിസ് കൊടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ചേട്ടൻ വിളിച്ച് പിന്നെ അത് കട്ട് ചെയ്ത് പിന്നെ വീണ്ടും വോയിസ് കൊടുക്കുകയാണ്. വോയിസ് കൊടുത്ത് തീരുന്നത് ആരെയും ശല്യം ഇല്ലാതിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇപ്പോൾ രാവിലെ കല്യാണത്തിന് പോയ വിശേഷമാണ്. രാവിലെ ഒരു കുഞ്ഞു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വൈകുന്നേരം റിസപ്ഷന് പോയതാണ്. പോയിട്ട് ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ മുകളിൽ കയറിയിട്ട് അവരോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് ഞാൻ താഴെ ഇറങ്ങി വന്ന് എൻ്റെ ഫോൺ എടുത്ത് വെച്ച് അവരെ ഒന്ന് ഷൂട്ട് ചെയ്യുകയാണ്. നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമല്ലോ, നമ്മളെ പുയ്യാപ്പിളയും പുയ്യണ്ണിനെയൊക്കെ നമ്മളെ വധുവരന്മാരെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. നല്ല കൊള്ള, രണ്ടുപേരും നല്ല ലുക്കിൽ നിൽക്കുകയാണ്. നല്ല ഡ്രസ്സ്, രണ്ടുപേർക്ക് നന്നായിട്ട് ചേരണുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പയ്യനും പെണ്ണും ഒക്കെ സൂപ്പറാണ്. ഡ്രസ്സ് രണ്ടുപേർക്ക് നന്നായിട്ട് ചേരണുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. ആ വീഡിയോ കാണണമെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അവരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെയാണ്. അപ്പോൾ ഞാൻ ആ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്ന്
അപ്പം നമ്മളെ ചേച്ചിയും ചേട്ടനും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഫുഡ് കഴിക്കാമെന്ന് കരുതി കഴിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ ഒന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആരുടെ അനുവാദവും ചോദിക്കാണ്ട് ഞാൻ അവരെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിക്കാൻ പോകണം. എൻ്റെ കൂടെ നിങ്ങളും പോകുന്നോളൂ, കഴിക്കാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെ ഇന്നത്തെ വിശേഷമാണ് നിങ്ങളെ മുന്നിലെത്തിക്കുന്നത്. നമ്മൾ അന്നുള്ള എന്തെങ്കിലും വിശേഷങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം നടക്കുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കല്യാണ വിശേഷമായിരുന്നു. നമുക്ക് 5-ാം തീയതി ഒരു കല്യാണം ഉണ്ടേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അപ്പച്ചി, എനിക്ക് ഒരപ്പച്ചിയേ ഉള്ളൂ കേട്ടോ. എൻ്റെ അച്ഛനും ഈ ഒരപ്പച്ചിയേ ഉള്ളൂ. അവർ 4-5 പേരൊക്കെ ഉണ്ടായിരുന്നു, വല്യച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒക്കെ കുഞ്ഞിലേക്ക് മരിച്ചു പോയി. ലാസ്റ്റ് എൻ്റെ അച്ഛനും ഈ അപ്പച്ചി മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചിയിൽ നിന്ന് ഒരു 8-10 വയസ്സിനൊക്കെ ഇളയതാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞറിവ്. ഇപ്പം എന്തായാലും നിലവിൽ അപ്പച്ചിയില്ല, അച്ഛനുമില്ല, 2 ആളും നമ്മളെയൊക്കെ വിട്ടു പോയി. അപ്പോൾ ആ അപ്പച്ചിയുടെ മക്കൾ, അവർ 3 പെണ്ണും 4-5 ആണുങ്ങളും ഉണ്ടേ. അതിൽ ഒരാണാണ് എൻ്റെ ചേച്ചിയെ കെട്ടിയത്. അപ്പച്ചിയുടെ മോനാണ് ചേച്ചിയെ കെട്ടിയത്. അപ്പം ചേച്ചിക്ക് എന്നെക്കാളും കുറച്ചുകൂടെ ബന്ധം കൂടുതലാണ്. പോരാത്തതിന് ചേച്ചിയുടെ മൂത്ത മോളെ കെട്ടിയിരിക്കുന്നത് അപ്പച്ചിയുടെ മൂത്ത മോനാണ്. അതായത് എൻ്റെ ചേച്ചിയുടെ മൂത്ത മദിനിയുടെ മോനാണ് ചേച്ചിയുടെ മോളെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്നെക്കാളും അവർക്ക് കുറച്ചുകൂടെയൊക്കെ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അവർ 2 ദിവസം കൊണ്ടേ കല്യാണ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ തന്നെയാണ്. നമ്മളൊക്കെ അതുപോലെ പോയി പങ്കെടുക്കേണ്ടതാണ്. നമുക്ക് പിന്നെ ജോലിക്ക് പോകണം. നമുക്ക് അമ്പലത്തിൽ നിന്നല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അമ്പലത്തിൽ നിന്ന് നട തുറന്നതും. അപ്പോൾ അതൊന്നും നമുക്ക് ഇട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഇന്നിപ്പോൾ അമ്പലത്തിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ വിളക്ക് കത്തിപ്പും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ൊക്കെയാണ് ഞാൻ കല്യാണത്തിന് പോയത്. അപ്പം ഞാൻ ഇതിനിടയിൽ പറയാൻ വിട്ടുപോയി കേട്ടോ. ഞാൻ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നില്ലേ, ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴും നമ്മൾ ആ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന മക്കളുണ്ടല്ലോ, ഞാൻ അവരോട് പറഞ്ഞ് ആൻറ്റിക്കൊരു കുഞ്ഞു ചാനലുണ്ട്, ആൻറ്റി വീഡിയോ എടുക്കുകയാണ്, നിങ്ങളെയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മൾ വേറെ സംസാരത്തിൽ അത് നമുക്ക് പറയാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ അത് കാണണം കേട്ടോ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കും ഒരു മടിയുമില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു ടേബിളിൽ ആരുമില്ല കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ സൗകര്യത്തിന് ഞാൻ ഫോണും ഫുഡുമായിട്ടൊക്കെ വന്ന് ഒരു ടേബിളിൻ്റെ അടുത്ത് ഞാൻ ഒറ്റയ്ക്ക്. എന്നിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ജഗ്ഗിൽ വെള്ളം വെച്ചേക്കുമല്ലോ, ആ ജഗ്ഗിലാണ് ഞാൻ ഫോൺ ചാരി വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. ജഗ്ഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി എൻ്റെ ഫോണ് തറയിൽ കിടക്കും. അപ്പോൾ ഞാൻ അത് ചാരി വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരാൾ ചോദിക്കണം എന്താണെന്ന്. അപ്പോൾ ഞാൻ പറയും വീഡിയോ എടുക്കുകയാണെന്ന്. എല്ലാവർക്കും അറിയാം, നമ്മളെ ബന്ധുക്കൾക്കൊക്കെ അറിയാം കേട്ടോ, നമുക്ക് യൂട്യൂബ് ചാനലുള്ളതൊക്കെ. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഫുഡൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ വേറൊന്നും വാങ്ങിയില്ല, ഒരപ്പവും വാങ്ങി, കുറച്ച് റൈസും വാങ്ങി, ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിക്കുന്നതിലല്ല എൻ്റെ ശ്രദ്ധ കേട്ടോ, വീഡിയോ എടുക്കുന്നതിലാണ് എൻ്റെ ശ്രദ്ധ. അപ്പം നമ്മൾ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മളെ രീതികൾ ഇതാണ്. കല്യാണത്തിന് പോയാലും അവിടെ എന്ത് നടക്കുന്നു, ആരെ നമ്മളെ നോക്കുന്നു, ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇതിനിടയിൽ നമുക്കൊരു ക്യാമറമാനെ കിട്ടി കേട്ടോ. ഞാൻ ഫോൺ അങ്ങോട്ട് കൈമാറിയിട്ട് നമ്മളൊന്ന് ഷൂട്ട് വായിൽ വാക്കുകളൊന്നും കിട്ടുന്നില്ല കേട്ടോ. നമ്മളൊന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ് ക്യാമറമാനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അവരെ ഷൂട്ടിങ്ങൊക്കെ ഒന്ന് കഴിയട്ടെ. അവരെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവർ ക്യാമറ കൈമാറുമ്പോഴത്തേക്ക് നമ്മൾ കാണിച്ചു തരാം ആരാണ് നമ്മളെ ക്യാമറാമാന്മാരെന്ന്. കണ്ടോ, ഒരാളെ കണ്ടോ, നമ്മളെ ക്യാമറമാനെ കണ്ടോ, ഒരാളെ കണ്ടോ, അടുത്ത ആളിനെ കണ്ടോ. ഇവരൊക്കെയാണ് നമ്മളെ ഫോൺ നമുക്ക് ഷൂട്ട് ചെയ്ത് തന്നത്. അപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് ഞാനിവിടെ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുകയുണ്ടല്ലോ. പൂച്ച അകത്ത് കയറിപ്പോകുന്നു. ഞാനാണെങ്കിൽ മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മീനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്.
ഭയങ്കര പൂച്ചള ശല്യം കേട്ടോ. നമ്മളെ കണ്ണ് തെറ്റിയ അതുങ്ങളകത്ത് കയറും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ വീണ്ടും വെറുതെ നമ്മളൊരു മോൻ്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, ഫോൺ കൊടുത്തല്ല, ആ മോൻ്റെ ഫോണിൽ തന്നെ, അത് ഐഫോണാണ്. ഞാൻ പറഞ്ഞു മോനെ ഒന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മോൻ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും. എല്ലാവരും നമ്മളെ വീഡിയോ കാണണം. നമ്മൾ കഷ്ടപ്പെട്ട് ഓരോന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ മുന്നിലെത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വീഡിയോ കാണാൻ വയ്യ കേട്ടോ. എന്ത് കാരണമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ വീഡിയോ കാണാൻ എല്ലാവർക്കും ഒരു മടി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ.